അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സയ്യിദി പീർ ഹാജി അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗാ ഷരീഫിലാണ്, അതിൻ്റെ പരിസരത്താണ് നമ്മളുള്ളത്. ശരിക്ക് ഒരു കടൽ, ഒരു ചെറിയൊരു ദ്വീപ് പോലെയുള്ള ഒരു പ്രദേശം. അവിടെ റോട്ടിലിറങ്ങി ഒരു 500 മീറ്റർ കടലിലൂടെ നിർമ്മിച്ച ഇപ്പോൾ ഇന്ന് വന്നപ്പോൾ നമുക്ക് സുഖമായിട്ട് ഉള്ളിൽ ഇങ്ങോട്ട് കയറാൻ കഴിഞ്ഞു. ഞങ്ങളിവിടെ വന്നപ്പോൾ വന്ന സമയം നമ്മളിപ്പോൾ പോകുന്ന 2 ബൈക്കിലുണ്ടല്ലോ, ഇപ്പോൾ വേലി കയറ്റത്തിൻ്റെ സമയം, അവിടെ ഫുൾ വേലിയേറ്റവും വേലി ഇറക്കവും ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ ഇങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും ഈ കടലിൻ്റെ തുരുത്തിൽ ഈ മക്കാമ് വരാനുള്ള കാരണം, മഹാനവറുകൾ ഉസ്ബെക്കിസ്ഥാനാണ്. ഉസ്ബെക്കിസ്ഥാൻ കേട്ടില്ലേ? ഉസ്ബെക്കിസ്ഥാൻ, അവിടെയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒക്കെ മഹാനവറുകളുടെ ബുഖാറ. ആ ബുഖാറയിലെ 2 സഹോദരന്മാർ, ഒരു ഉമ്മാൻ്റെ 2 മക്കൾ, ഒന്ന് ഇവരും ഒന്ന് ഇവരെ സഹോദരൻ. അവർ നേരെ അവിടുന്ന് ഉമ്മാൻ്റെ സമ്മതം വാങ്ങി കച്ചവടാവശ്യമാർത്ഥമാണ് ബോംബെയിൽ വരുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ മുംബൈയിൽ അവർ വരികയും, അങ്ങനെ സഹോദരന് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുമ്പോൾ സഹോദരൻ്റെ കയ്യിൽ ഉമ്മാനോട് ഇനി അങ്ങോട്ട് വരും. ആ സഹോദരനെ അങ്ങോട്ട് തിരിച്ചുപോയി. മഹാനവറുകൾ ഇവിടെ തൻ്റെ മുരീദന്മാരോടൊത്ത്, ആയിരക്കണക്കിന് മുരീദുമാരുള്ള വലിയ ഷെയ്ഖായിരുന്നു മഹാനവറുകൾ. അതിനു പുറമെ മഹാനവറുകൾക്ക് ആയിരക്കണക്കിന് മുരീദുമാരുണ്ട് എന്ന് മാത്രമല്ല, മഹാനവറുകൾ വലിയ പ്രഭാഷകനായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളെ വഅ്ള് പറഞ്ഞിട്ട് പരിശുദ്ധമായ ദീനിലേക്ക് ക്ഷണിക്കാൻ കഴിവുള്ള നല്ലൊരു സാത്വികനായ പ്രഭാഷകൻ കൂടിയായിരുന്നു ബഹുമാനപ്പെട്ടവർ. അല്ലാഹു തആല അവരെ ബറക്കത്ത് കൊണ്ട് നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. മഹാനവറുകൾ ധാരാളം കറാമത്ത് കാണിച്ചിട്ടുണ്ട്. ഒറ്റ എക്സാമ്പിളിൽ നമുക്ക് ഒന്ന് പറയാം. ഒന്ന്, ഇവിടെ ഇന്ത്യ ടുഡേ ഒക്കെ അവരുടെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ച ഒരു സംഭവം. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് വെള്ളപ്പൊക്കം ഉണ്ടാവുകയും വെള്ളമെത്തി, ദർഗയുടെ മുകളിലേക്ക് വെള്ളമെത്തി എന്ന് മാത്രമല്ല, ചുറ്റുഭാഗവും വെള്ളം, ദർഗ കാണുന്നില്ല. ആയിരക്കണക്കിന് ആളുകൾ വെള്ളപ്പൊക്കത്തിൽ കാറ്റിലും കോളിലും പെട്ട് അവർ മരണപ്പെട്ടു പോയി. അപ്പോൾ ഇതിലുള്ള നൂറുകണക്കിന് ആളുകളൊക്കെ മരിച്ചുപോയി. എന്നാൽ പെണ്ണ് വളരെ വിഷമിച്ച് മഹാനവറുകളോട് വന്ന് പറഞ്ഞു, കരഞ്ഞുകൊണ്ട് വന്നിട്ടാണ് പറയുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോന്നതാണ്, എന്നെ എൻ്റെ ഭർത്താവ് വീട്ടിലേക്ക് എണ്ണ വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്, ആ എണ്ണ ചിന്തിപ്പോയി, ഇനി നേരവും വൈകി, വീട്ടിലേക്ക് പോകാൻ ഇനി പ്രയാസമുണ്ട്, കാരണം അവിടെ എന്നാൽ ദേഷ്യപ്പെടും. മഹാനവറുകൾ ചോദിച്ചു, എവിടെ പോയത് ചോദിച്ചു. അപ്പോൾ ആ സ്ഥലം കാണിച്ചു കൊടുത്തു. അപ്പോൾ മഹാനവറുകൾ തൻ്റെ കാലിലെ തള്ളവിരൽ ഇങ്ങനെ വെച്ചിട്ട് ആ വെള്ളം ഉറവെടുക്കുന്നത് പോലെ ആ എണ്ണ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഖനനം ചെയ്ത് എടുത്ത് ആ സഹോദരിയെ ആശ്വസിപ്പിച്ചു വിടുകയാണ്. ഇങ്ങനെ പാവങ്ങൾക്കും പ്രയാസപ്പെടുന്നവർക്കും അത്താണിയായി നിലകൊണ്ട ആ വലിയ മഹാൻ ഏകദേശം ഒരു 557 വർഷം മുമ്പ് മഹാനവറുകൾ വഫാത്തായി. നിങ്ങൾക്ക് എൻ്റെ ജനാസ കിട്ടുന്നത് അവിടെ വെച്ച് നിങ്ങൾ എന്നെ മറമാടുക. അങ്ങനെയാണ് ഇവിടെ വെച്ച് മഹാനവറുകളെ ജനാസ കിട്ടുകയും ഇവിടെ മഹാനവറുകളെ ഖബറ് വരാനുള്ള കാരണവും അതാണ്. ചുരുക്കി പറഞ്ഞാൽ ധാരാളം കറാമത്തുകൾ കാണിക്കുകയും ഇസ്ലാമിക പ്രബോധനം നടത്തുകയും പാവങ്ങൾക്ക് അത്താണിയായി നിലകൊള്ളുകയും, ഹാജി അലി ദർഗ മുസ്ലിമീങ്ങൾ മാത്രമല്ല നാനാജാതിക്കാരായ ആളുകളും എപ്പോഴും നൂറുകണക്കിന് ആളുകൾ, ദിവസേന ആയിരക്കണക്കിന് ആളുകൾ വന്ന് സായുജ്യമടയുന്ന ഈ ഒരു തുരുത്തിൽ നിലകൊള്ളുന്ന ഈ മഖാമിലെ മഹാനവറുകളെ തിരുനോട്ടവും ദർശനവും കൊണ്ട് അല്ലാഹു തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.